ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേശ്യാം. ഓണക്കാലാണ്. മഹാബലിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കേൾക്കുന്ന കഥകളിൽ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ്. ശരിയാണോ? അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്തോത്തമനായ ഒരു ചക്രവർത്തിയെ ഭഗവാൻ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും അല്ല. ആ കഥയേ അല്ല. മഹാബലിയുടെ കഥയെപ്പറ്റി വ്യാഖ്യാനമുള്ളത് ശ്രീമദ് ഭാഗവത പുരാണത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തില് 15 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലാണ് നമ്മുടെ മഹാബലി ചക്രവർത്തിയെ പറ്റി പറയപ്പെടുന്നത്. എന്നാൽ ഭാഗവതത്തിൽ മാത്രമല്ല, വാമനപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും സ്കന്ദപുരാണത്തിലും എല്ലാം മഹാബലി ചക്രവർത്തിയെ പറ്റി പ്രസ്താവനകളുണ്ട്. ആരാണ് മഹാബലി? ബലി ആരായിരുന്നു? ബലി നമുക്കറിയാം. ഭക്തോത്തമനായ പ്രഹ്ലാദനെ പറ്റി, നരസിംഹാവതാരത്തിന് കാരണമായ ഭക്തനായ പ്രഹ്ലാദൻ, ആ പ്രഹ്ലാദന്റെ മകനായിട്ടുള്ള വിരോചനന്റെ പുത്രനാണ് മഹാബലി. അതായത് പ്രഹ്ലാദന്റെ പൗത്രനാണ് ബലി ചക്രവർത്തി. ഈ മഹാബലിക്ക് ഒരിക്കൽ ഇന്ദ്രനുമായുള്ള യുദ്ധത്തിൽ, ദേവയുദ്ധത്തിൽ ഒരിക്കൽ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. ആ കഥ നിങ്ങൾക്കറിയാമോ? ശരി, മഹാബലിയുടെ കഥ നമുക്ക് ഒന്ന് കേൾക്കാം. അങ്ങനെ പ്രഹ്ലാദന്റെ പൗത്രനായിട്ടുള്ള ബലിചക്രവർത്തി ത്യാഗത്തിന്റെയും ദാനധർമ്മത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു മൂർത്തിമത് ഭാവമായിരുന്നു. തന്റെ കഴിവിനാൽ 3 ലോകങ്ങളും പിടിച്ചടക്കാൻ ബലിചക്രവർത്തിക്ക് സാധിച്ചു. എപ്പോഴാണ് നമ്മളൊരു രാജാവിനെ ചക്രവർത്തി എന്ന് പറയാം? എംപറർ അല്ലെ? സാമ്രാജ്യങ്ങളെല്ലാം അടക്കി കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു വീര ശൃംഖല എന്നെല്ലാം നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളൊരു പേരാണ് ചക്രവർത്തി എന്നുള്ള പേര്. അങ്ങനെ 3 ലോകങ്ങളും അടക്കി വാണുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഇന്ദ്രലോകം പിടിച്ചടക്കാനുള്ള ഒരു യുദ്ധത്തിൽ മഹാബലി ചക്രവർത്തിക്ക്, മഹാബലിയല്ല വെറും ബലിയാണ് അപ്പോൾ, തന്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. ഇനി എങ്ങനെയാണ് ബലിക്ക് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്നറിയാമോ? അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരും ഭൃഗു മഹർഷിയുടെ പിൻഗാമികളായിട്ടുള്ള ബ്രാഹ്മണരും ചേർന്നാണ് മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ആർക്ക്? ബലി ചക്രവർത്തിക്ക് ജീവൻ തിരിച്ചു കൊടുത്തത്. അങ്ങനെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ സഹായത്തോടെ 3 ലോകങ്ങളും പിടിച്ചടക്കി തന്റെ പേരും പ്രശസ്തിയും പുകൾപ്പെട്ടതാക്കാൻ വേണ്ടി അനേകം യാഗങ്ങളും ദാനങ്ങളും എല്ലാം ബലി ചെയ്തുകൊണ്ടിരുന്നു. വിശ്വജിത് യാഗം നടത്തി, അശ്വമേധയാഗം നടത്തി. ഇതെല്ലാം കാണുമ്പോൾ ഇന്ദ്രനെ ഇരിക്കെ പൊറുതിയില്ല. അതായത് ഇന്ദ്രനെ അവിടുന്ന് നിഷ്കാസനം ചെയ്തു. 3 ലോകങ്ങളും ഇപ്പോൾ ബലിയുടെ കീഴിലാണ്. ഇതെല്ലൊരു അഹങ്കാരവും ഉണ്ടായി ബലിക്ക്. എന്നെ കൊണ്ട് ഇതെല്ലാം സാധിച്ചുവല്ലോ എന്നുള്ള ഒരു അഹങ്കാരം മനസ്സിലുണ്ട്. ഇതെല്ലാം ഇപ്പോൾ എന്റെ സമ്പത്താണ്, എന്റെ, ഞാൻ എന്നുള്ള ഒരു ബോധം, അഹംഭാവം വർദ്ധിച്ചു. അതേസമയം നമ്മൾ വാമനനെ പറ്റി കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് വാമനന്റെ ജനനം, അല്ലെങ്കിൽ വാമനാവതാരം എന്താണ്? ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ അവതാരം, ആദ്യത്തെ മനുഷ്യ അവതാരമാണ് വാമനാവതാരം എന്ന് നമുക്ക് പറയാം. അതിനു മുൻപുണ്ടായിട്ടുള്ള നരസിംഹാവതാരത്തിൽ സിംഹത്തിന്റെ തലയായിരുന്നു അദ്ദേഹത്തിന്. ഇതാണ് വാമനാവതാരമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ അവതാരം എന്ന് പറയാം. എങ്ങനെയാണ് വാമനാവതാരം സംഭവിച്ചത്? ദേവന്മാരുടെ മാതാവാണ് അദിതി, അസുരന്മാരുടെ മാതാവാണ് ദിതി. എന്നാൽ 2 പേരും കശ്യപ മഹർഷിയുടെ പത്നിമാരാണ്. ഇന്ദ്രൻ തന്റെ സിംഹാസനം വിട്ട് നിഷ്കാസിതനായപ്പോൾ അദിതി ദേവിക്ക് അത് താങ്ങുവാൻ സാധിച്ചില്ല. അങ്ങനെ
അതിഥി മാതാവ് തന്റെ ഭർത്താവായിട്ടുള്ള കശ്യപനെ സമീപിക്കുകയാണ്. ഇന്ദ്രന്റെ പതനം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. എനിക്ക് ഒരു ഉപായം പറഞ്ഞു തരണം. ഭാര്യയല്ലേ ചോദിക്കുന്നത്, കശ്യപ മഹർഷിക്ക് എതിർക്കാനാവുന്നു. അങ്ങനെ കശ്യപ മഹർഷി പയോവ്രതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ഉപവസിച്ചുകൊണ്ട് പയോവ്രതം എന്ന വ്രതം എടുത്താൽ ഭഗവാൻ വിഷ്ണു സംപ്രീതനായി നിന്റെ ആഗ്രഹം സഫലമാക്കി തരും എന്ന് പറയാണ്. കഠിനമായിട്ടുള്ള ആ 12 ദിവസത്തെ വ്രതം അതിഥി മാതാവ് പൂർത്തിയാക്കി. സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ദേവമാതാവിന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് ചോദിക്കും, എനിക്ക് എന്ത് വരമാണ് വേണ്ടത്? അതിഥി മാതാവ് പറയും, അങ്ങ് എൻ്റെ പുത്രനായി ജനിക്കണം. ഇന്ദ്രന് തൻ്റെ സാമ്രാജ്യം തിരിച്ചെടുക്കാൻ സഹായിക്കണം എന്ന് പറയും. ഭഗവാൻ സമ്മതിക്കും. അങ്ങനെയാണ് വാമനാവതാരം, ഒരു കുള്ളനായിട്ടുള്ള ബ്രാഹ്മണന്റെ അവതാരത്തില് അതിഥിയുടെ പുത്രനായി ആര് ജനിക്കുന്നത്? മഹാവിഷ്ണു ജനിക്കുന്നത്. ആ സമയത്താണ് അസുര ചക്രവർത്തിയായിട്ടുള്ള ബലി യാഗങ്ങളെല്ലാം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം, അതായത് വാമനമൂർത്തി എന്നാണ് അവതരിച്ചത് എന്നറിയാമോ? ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 12 ദിവസമാണ് വാമനാവതാരം ഉണ്ടായത്. അതായത് ഇപ്രാവശ്യം ഉത്രാടൻ നാൾ ആണ് ദ്വാദശിയായി ഭവിച്ചത്. അന്നാണ് വാമനാവതാരം ഉണ്ടായത്. അങ്ങനെ ബലി ചക്രവർത്തിയെ കാണാനായി തന്റെ ഓലക്കുടയെല്ലാം എടുത്ത് ഈ കുള്ളനായിട്ടുള്ള വാമനമൂർത്തി ചെല്ലാണ്. അദ്ദേഹത്തിന്റെ വരവ് കാണുമ്പോഴേ അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യർക്ക് കാര്യം പിടികിട്ടും. വിഷ്ണുവാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ മഹാബലിയെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വാമനൻ വന്നതിന് ശേഷം ബലിയുടെ അടുത്ത് സംസാരിക്കും. അപ്പം ബലിക്ക് ഒരു അഹങ്കാരമുണ്ട്. കാണുന്ന ലോകങ്ങളെല്ലാം ഇപ്പൊ എന്റെ കീഴിലാണ്, ഇതെല്ലാം എന്റേതാണ്, എന്ത് ദാനം വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും, എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ആ ബ്രാഹ്മണകുമാരനോട് ബലി. അപ്പോൾ വാമനൻ പറയും, എനിക്ക് വേറെ ഒന്നും വേണ്ട, 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറയും. വെറും 3 അടി മണ്ണോ? നീ എന്തെങ്കിലും സമ്പത്തോ ഇല്ല, കെട്ടിടങ്ങളോ ഭൂമിയോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കൂ, എന്ത് വേണമെങ്കിലും തരാൻ എനിക്കിപ്പോൾ സാധിക്കും എന്ന അഹങ്കാരത്തോടുകൂടി ബലി പറയാണ്. അപ്പോഴും വാമനൻ തന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറയും. ശരി എന്ന് സമ്മതിച്ചുകൊണ്ട് കമണ്ഡലുവിൽ നിന്ന് ജലം വീഴ്ത്തുകയാണ്. അതായത് പണ്ട് കാലത്തെല്ലാം ജലത്തിനെ അത്ര പാവനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പഞ്ചഭൂതത്തിലൊന്നായ ജലം എന്നത് അത്ര പാവനമായിട്ടുള്ള ഒന്നാണ്. ജലം വീഴ്ത്തിക്കഴിഞ്ഞാൽ ആ ദാനം കൊടുത്തുകൊള്ളണം എന്നാണ് കണക്ക്. പണ്ടെല്ലാം മഹർഷിമാരെല്ലാം ശപിക്കാൻ കമണ്ഡലുവിൽ നിന്നും ജലം കയ്യിലെടുത്തു എന്നെല്ലാം നമ്മൾ പഴയ കഥകളിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ജലം വീഴ്ത്തി ദാനം ചെയ്യാൻ തുടങ്ങുകയാണ് മഹാബലി. അത് കാണുമ്പോൾ ശുക്രാചാര്യർ പറയും, അരുത്, നിന്റെ എല്ലാം ഇല്ലാതാക്കാനുള്ള ആളാണ് ഈ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ ഈ ദാനത്തിന് സമ്മതിക്കരുത് എന്ന് പറയും. പക്ഷേ ബലി എടുത്ത വാക്ക് പിൻവലിക്കാൻ തയ്യാറല്ലായിരുന്നു. അത് കണ്ട് തന്നെ വാമനമൂർത്തി സംപ്രീതനായി. ഉടനെ ശുക്രാചാര്യർക്ക് മനസ്സിലായി, ബലിയുടെ അടുത്ത് പറഞ്ഞിട്ട് പ്രയോജനമില്ല, അസുര സാമ്രാജ്യം ഇല്ലാതാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ ഒരു വണ്ടിന്റെ രൂപത്തിൽ ആ കമണ്ഡലുവിന്റെ വാലിന്റെ അറ്റത്തു പോയി നിൽക്കും, വെള്ളം വീഴാതിരിക്കാൻ. അപ്പോ വെള്ളം ചിരിക്കുമ്പോൾ വെള്ളം വീഴുന്നില്ല. ഉടനെ ഒരു ദർഭയെടുത്ത് വാമനൻ ആ കിണ്ടിയുടെ വാലിലൊന്ന് കുത്തും. അങ്ങനെയാണ് ശുക്രാചാര്യർ ഒറ്റക്കണ്ണനായി മാറിയത്. നേരെ കുത്തുകൊണ്ടത് കണ്ണിലാണ്. ആ വേദനയോടെ കിണ്ടിയിൽ നിന്നും പുറത്തു വരികയാണ് ശുക്രാചാര്യർ. എന്നിട്ട് ശപിക്കുന്നുണ്ട് മഹാബലിയെ, ഒന്നുമില്ലാതായി പോകട്ടെ, നിനക്ക് നിന്റെ സാമ്രാജ്യം ഇല്ലാതായി പോകട്ടെ. പക്ഷെ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ജലം വീഴ്ത്തിക്കൊണ്ട് അദാനത്തിന് സമ്മതിക്കുകയാണ് മഹാബലി. ഉടനെ എന്ത് സംഭവിച്ചു? വാമനൻ ത്രിവിക്രമരൂപത്തിൽ വളർന്നു, ആകാശം മുട്ടെ വളർന്നു. ഇത് കണ്ട് മഹാബലി വായും പൊളിച്ചു നിന്നു. അല്ലേ, എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കാൽപാദം കൊണ്ട് ഭൂമിയും ഒരു കാൽപാദം കൊണ്ട് ആകാശവും വളർന്നു കഴിഞ്ഞ് വാമനൻ ചോദിക്കും, എനിക്ക് 3ാമത്തെ കാല് വെക്കാൻ സ്ഥലമില്ല, ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? അപ്പോഴത്തേക്കും
മഹാബലി തളർന്നുപോയി. കാരണം തന്റെ വാക്കു പാലിക്കാൻ സാധിക്കുന്നില്ല. വരുണപാശം വന്ന് വരിഞ്ഞു മുറുകാൻ തുടങ്ങി. അതായത് അക്കാലത്തെല്ലാം മഹാത്മാക്കൾ പറഞ്ഞ വാക്കു പാലിക്കാതിരുന്നാൽ ഗരുഡൻ വരുണപാശം അയക്കുമത്രേ. പക്ഷെ അതൊരു പണിഷ്മെന്റ് അല്ല, അത് സംഭവിക്കുന്നതാണ് സാധാരണയായിട്ട്. മഹാബലിക്ക് വിഷമമായി. ഞാൻ എന്താ ചെയ്യാ? അപ്പോഴാണ് അഹം എന്നുള്ള ഭാവം മനസ്സിൽ നിന്ന് ബലിക്ക് മാറിക്കിട്ടുന്നത്. ബലി പറയും, ഭഗവാനെ, എല്ലാം അങ്ങയുടെ തന്നെയാണ്. ഞാനും അങ്ങയുടേതാണ്. ഞാനിതാ എന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മുട്ടുകുത്തി തല താഴ്ത്തി വാമനമൂർത്തിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ബലി ശരിക്കും ഭക്തോത്തമനായത്. അതായത് സമ്പൂർണ്ണ ശരണാഗതി. അതാണ് ഓരോ മനുഷ്യനും വേണ്ടത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നീ ചെയ്യുന്ന പുണ്യവും പാപവും എനിക്ക് തരൂ. അത് എനിക്ക് തന്നു കഴിഞ്ഞാല് നിനക്ക് മുക്തിയിലേക്കുള്ള മാർഗമായിരിക്കും അത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അടുത്ത ജന്മം എന്നുള്ളത് ഉണ്ടാകില്ല. അങ്ങനെ മഹാബലിക്ക് തന്റെ തെറ്റു മനസ്സിലായി ഭഗവാന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം കാല് വെച്ച് ചവിട്ടി താഴ്ത്തി എന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരത് സർ അദ്ദേഹത്തിന്റെ അഖിലം മധുരം എന്നുള്ളൊരു ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്, ആ 2 കുഞ്ഞി പാദങ്ങളിലേക്ക് ചെന്ന് ചേരാനുള്ളതല്ലേ നമ്മുടെ ജന്മം എന്നുള്ളത്. പക്ഷെ നമ്മൾ മായയിൽപ്പെട്ട് ഉഴലുന്നു അല്ലേ? ആ ഭഗവാന്റെ വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഭഗവാന്റെ പാദപൂജയാണ്. ഭഗവാന്റെ പാദത്തിൽ ലയിക്കണേ, വിഷ്ണു പാദത്തിൽ ലയിക്കണേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? ആ പാദങ്ങൾ ഭഗവാൻ ബലിചക്രവർത്തിയുടെ സഹസ്രാരപത്മം, അതായത് തന്റെ തലയിലേക്ക് തല കാണിച്ചു കൊടുക്കുകയാണ് ബലിചക്രവർത്തി. ആ തലയിൽ ആ ഭഗവാന്റെ പാദം സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അതിലും പുണ്യം വേറെ ഒന്നും കിട്ടാനില്ല. മഹാത്മാക്കളുടെ കാൽപാദം കൊണ്ട് അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് അത്രയും മഹത്തരമാണ്. അങ്ങനെ ഭഗവാൻ സംപ്രീതനായി ബലിയുടെ തലയിൽ കാൽ കൊണ്ട് സ്പർശിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പറയും, ഇപ്പോഴാണ് നീ എന്റെ പരിപൂർണ ഭക്തനായി മാറിയത്. നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നീ കൊടുത്ത വാക്ക് തെറ്റിച്ചില്ല. നിന്റെ അഹം എന്നുള്ള ഭാവവും മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നീ ഇനി മുതൽ സുതലം എന്ന ആ ഒരു പ്ലെയിൻ, സുതലം എന്നാണ് അതിന്റെ പേര്. അതായത് അവിടെ ജരാനരകളില്ല, സ്വർഗവാസികൾ പോലും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സുതലം എന്നുള്ള ആ തലം. അവിടേക്ക് ഞാൻ നിന്നെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ അവിടെ കാവൽക്കാരനായിട്ട്, നിന്റെ കാവൽക്കാരനായി സുതലത്തിൽ ഞാനുണ്ടാകും. ആലോചിച്ചു നോക്കൂ, ആ ഭക്തോത്തമനെ കാവലായിട്ട് സ്വയം ഭഗവാൻ പോയി നിൽക്കാണ്. എന്നിട്ട് പറയും, നിന്റെ ത്യാഗവും ദാനവും ധർമ്മിഷ്ഠതയും എല്ലാം എനിക്ക് ഒരുപാട് സംതൃപ്തി നൽകി. അതുകൊണ്ട് അടുത്ത സാവർണി മന്വന്തരത്തിൽ, വൈവസ്വത മന്വന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത സാവർണി മന്വന്തരത്തിൽ നീയാണ് ഇന്ദ്രന്റെ പദവി അലങ്കരിക്കുക. അപ്പോൾ നീ പൂർണ്ണമായും ശുദ്ധനായ, അതായത് അസൂയയോ മറ്റുള്ള സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുള്ളി ക്ലെൻസ്ഡ് ആയിട്ടുള്ള ഇന്ദ്രനായി നീ വാഴും എന്ന് പറഞ്ഞ് ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അതുവരയ്ക്കും വെറും ബലിചക്രവർത്തിയായിരുന്ന ആ രാജാവ് മഹാബലി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. മഹത്തായ ബലി നൽകിയവൻ മഹാബലി. അങ്ങനെ ഇപ്പോഴും ചിരഞ്ജീവിയായിക്കൊണ്ട് സുതലത്തിൽ മഹാബലി വാണുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മൾ ചെയ്യുന്ന പാപത്തിനും പുണ്യത്തിനും കർമ്മഫലങ്ങളുണ്ട് അല്ലേ? അതെല്ലാം അനുഭവിക്കാൻ വേണ്ടി ഈ ജനനമരണ ചക്രത്തിൽ നമ്മൾ പിന്നെയും വീണുകൊണ്ടിരിക്കും. നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും തിരിച്ചും നമ്മൾ ആ ചക്രത്തിൽ വീണുകൊണ്ടിരിക്കും. അങ്ങനെ മഹാബലിക്ക് ലഭിച്ച ഒരു സൗഭാഗ്യം, അദ്ദേഹം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് സുതലത്തിൽ വാഴാനുള്ള അനുഗ്രഹമാണ് ഭഗവാൻ കൊടുത്തത്. ഇപ്പൊ വെയിറ്റിംഗിലാണ് ആര്? മഹാബലി. അടുത്ത മന്വന്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ദ്രന്റെ പദവി കൊടുക്കാനും അതുവരെ ഭഗവാൻ കാവലായി നിന്ന് അവിടെ വാണുകൊണ്ടിരിക്കുകയാണ് മഹാബലി. അത്രയും ഭക്തപ്രിയനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ മഹാബലിയെയാണ് നമ്മൾ പറയുന്നത്
ഭഗവാൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അതെല്ലാം എത്ര തെറ്റായ കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇതാണ് ശരിയായിട്ടുള്ള കഥ. അല്ലാതെ ഭഗവാൻ ഒരു കുടവയറും ഓലക്കുടയും ചൂടി വരുന്ന ഒരാളല്ല മഹാബലി. ഹീസ് എൻ എംപറർ, ചക്രവർത്തി. ചക്രവർത്തി എങ്ങനെയായിരിക്കും? ബലിഷ്ഠനായിരിക്കും, ശരീരം ഉരുക്കുപോലെ ഉറച്ചതായിരിക്കും. അല്ലാതെ കൊടവയറും ചാടി തത്തി വരുന്ന ഒരു മഹാബലിയെ അല്ല. ഇപ്പൊ നമ്മ പരസ്യത്തിലെല്ലാം കാണുന്ന ആ മഹാബലിയെ അല്ല ശരിക്കുള്ള മഹാബലി എന്ന് നമ്മുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം. അടുത്ത തലമുറയെങ്കിലും അത് അറിഞ്ഞ് ജീവിക്കട്ടെ. ഇതാണ് മഹാബലിയുടെയും വാമനന്റെയും കഥ. അപ്പോൾ ഇപ്പോൾ മഹാബലി സുതലത്തിൽ സന്തോഷമായിട്ട് വാണുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് വെച്ചാൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒന്നിലും നമ്മൾ അഹം എന്നുള്ള ഭാവം വെക്കരുത്. അസുരകുലത്തിൽ ജനിച്ചിട്ട് പോലും ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ പൗത്രനായതുകൊണ്ട് വിഷ്ണു ഭക്തി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാബലി ചക്രവർത്തി ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് തന്റെ പുണ്യകാലം മുഴുവൻ പുണ്യങ്ങൾ ചെയ്തതിന്റെ ഫലമനുഭവിക്കാൻ വേണ്ടി ഇപ്പോഴും സുതലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് ഭഗവാൻ തന്റെ ഭക്തനെ സുതലത്തിലേക്ക് അയച്ച് അവിടെ കാവൽക്കാരനായി നിൽക്കുകയാണ്. ഇത് തന്നെയല്ലേ നമുക്കും വേണ്ടത്. ആ പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള സമയം കാത്തിരിക്കുകയാണ് മഹാബലി തമ്പുരാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം, ബലി നൽകുക എന്നുള്ള അർത്ഥമാണ്. ആ അർത്ഥത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ബലി ചക്രവർത്തിയുടെ ജീവിതം. അതുപോലെ നമ്മുടെ ജീവിതവും പുണ്യങ്ങൾ നിറച്ചുകൊണ്ട് ഭഗവാനോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായി ഈ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സമ്പൂർണ്ണ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ആ രണ്ട് കുഞ്ഞി പാദങ്ങളിലേക്ക് ചെന്ന് ചേരുവാനുള്ള ഒരു യാത്രയാവട്ടെ നമ്മുടെ ജീവിതവും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.